ഇല്ലല്ലോ. കിട്ടിയോ? ഇല്ലേ? അതിന്ന് ഓരോ പിടി വാരി തിന്നോ. അങ്ങനെയെങ്കിലും നിന്റെ കാർത്തി തിരട്ടടാ പട്ടികളെ. എന്നെ കൊണ്ടൊരു ഉപകാരവും ഇല്ല, സമ്മതിച്ചു. അച്ഛന്റെ ആത്മാവിനെങ്കിലും കുറച്ച് സ്വൈരം കിട്ടട്ടടാ. സ്വന്തം അച്ഛന്റെ ശാപം പിടിച്ച് കെട്ടിയിട്ട് നീയൊക്കെ എത്ര ലക്ഷം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല, ഗുണം പിടിക്കാതെ പോത്തേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോ മാത്രമല്ല, മരിച്ചാലും അവരുടെയൊക്കെ ഉള്ളില് നമ്മളൊക്കെ നന്നാവണമെന്നേ ഉണ്ടാവുള്ളൂ. മക്കളെ, ഇതിവിടെ നിർത്തിക്കൂടെ? അയാൾ വരട്ടെ, നമുക്ക് എന്തേലും വഴിയുണ്ടാക്കാം. കാശ് തിരികെ കൊടുത്ത അയാളുടെ പ്രശ്നമൊക്കെ തീരില്ലേ? ഇനി ഇതിന്റെ പേരിൽ ആരും തമ്മിൽ തല്ലി ചാവണ്ട ഇവിടെ. ഇതൊക്കെ കൊണ്ട് വിറ്റിട്ടായാലും വേണ്ടില്ല, ഇവിടെ ഒരുത്തനും വരാൻ പാടില്ല. ചടങ്ങ് വൃത്തിയായി നടക്കണം. നിങ്ങളെയൊക്കെ പറ്റിച്ചുണ്ടാക്കിയ എന്നോടാ ഇത്. എടുത്തു. ഒന്നും വേണ്ട ഏട്ടാ, ബാക്കിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. എടാ, നമ്മളൊക്കെ ആടും മാടും ഒന്നും അല്ലല്ലോടാ, മനുഷ്യരല്ലേ. അവറ്റകൾക്കുള്ള ഒത്തൊരുമ പോലും നമുക്കൊക്കെ ഇല്ലാതെ പോയത് എന്താടാ? സ്വാമി, ഏതായാലും മസാല ദോശ ഇത് കലക്കി. നമ്മളെ നാട്ടിലെ ആദ്യമായിട്ടാ അല്ലേ? അതെ. പിള്ളേര് പറഞ്ഞു മസാല ദോശ വേണ്ട, ഇഡ്ഡലിയും സാമ്പാറും മതി എന്നാ. ഞാൻ ട്രെൻഡ് മാറ്റി മസാല ദോശയാക്കി. ചേട്ടന്റെ കാര്യത്തിൽ ഒരു കുറവും വരാൻ പാടില്ല. എന്റെ കൊച്ചിന് വയറ്റിലുണ്ടാക്കട്ടെ. നീ ഇവിടെ അപ്പം തിന്നോടാ. എല്ലാത്തിനും ഒറ്റോർത്തനോടുത്ത് പോരുത്. ആരാണ് അതിന്റെ അച്ഛൻ? എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എത്രയായാലും നമ്മൾ ബന്ധുക്കളല്ലേ. ആരാണ് അതിന്റെ ബന്ധു? ഇന്നലെ അങ്ങനെ അങ്ങനെ പറഞ്ഞു. പറ്റിപ്പോയി, നിങ്ങൾ ക്ഷമിക്കേ. നിന്റെ മോക്ക് ഇവനെ ഇഷ്ടമാണെങ്കിൽ ഇവൻ അവളെ കെട്ടിയിരിക്കും. ഇനി അതിന്റെ പേരിൽ ഇവിടെ കിടന്ന് അട്ടഹാസം കാണിച്ചാ നിന്നെ ഞാൻ തട്ടും. അതിനു മുന്നേ നിന്നെ ഞാൻ തട്ടൂടാ. ചേട്ടനെ തൊട്ടാ തന്റെ തല ഞാൻ വെട്ടും. തലയില്ലാതെ താൻ മനസ്സിലായില്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്. മാനേഴ്സ് കീപ്പ് ചെയ്യും വാസോട്ടാ, നാട്ടുകാരെ കൊണ്ട് കളിപ്പിക്കാതെ. ഓഹോ, അപ്പൊ എല്ലാരും കൂടി ഒത്തോണ്ടാണല്ലേ? കാണിച്ചു തരാടാ, കാണിച്ചു തരാം. അയാളെങ്കിലും മണ്ടത്തരം കാണിക്കുന്നതിന് പോയി പിടിക്കുക.
നിങ്ങൾ അരുതാത്തൊന്നും ചെയ്തതേ മനുഷ്യ അതിന് ഞാനെന്ത് ചെയ്യേ? അല്ലേ തന്നെ അവനെ വെട്ടിക്കൊന്നിട്ട് ഈ വയസ്സാങ്കടുത്ത് ഞാൻ എന്തിനു ജയിലിൽ പോണേ? ഇതിപ്പോ പെണ്ണ് 10 പൈസ ചെലവില്ലാണ്ട് അങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. നീ വരാൻ നോക്ക്. നാളെ വരുമ്പോ ആ വെട്ടുകത്തിയും കൂടി എടുത്തോണ്ട് വാ. പിന്നെ ഞാൻ എടുക്കാതിരിക്കും. രൂപ 600 കൊടുത്ത് കാച്ചുണ്ടാക്കിയ സാധനം. കാര്യങ്ങൾ ഇത്ര ആയ സ്ഥിതിക്ക് ഈ അടിയന്തര പന്തൽ കല്യാണ പന്തലാക്കി. എത്ര മാസമായിടാ കൊച്ചിന്? 2.5. ഇതിനൊക്കെ നിനക്ക് എവിടെ നിന്നാ സമയം കിട്ടിയത്? അച്ഛന്റെ സ്വഭാവം ഒത്തു കിട്ടിയത് ഇവനാ. ഇനിയെങ്കിലും ഉടുപ്പിട്ടോളം പറഞ്ഞേക്കാം. ഫുൾ എമൗണ്ട് തരാൻ മുടിയുമോ? என்ன பீமா பேச்செல்லாம் மாறுது. இல்ல, மாறுது. நீ தானே சொன்ன பணம் இன்ஸ்டால்மெண்ட்ல கொடுத்தா போதுன்னு. பணம் ஃபுல்லா வேணும்னா சார் கிட்ட தான் கேட்கணும். വേണം വേണം വേണം. ഇങ്ങനെ പോകും. சரி சரி ഒരു കൂട് തരാൻ മുടുമോ? இந்த ரப்பர் பேண்ட் வச்சுக்க. என்ன? നെക്സ്റ്റ് മന്തിലെ சரி சரி போயிட்டு வா. காலங்காத்தால கேரளா சோற பண்ணிட்டு இருக்கேன். சார் யாரா அது? எங்கேயோ பார்த்தா மாதிரி இருக்க. அந்த 50 லட்சம் ரூபா மோதிரம் 3 லட்சம் ரூபாய்க்கு வித்தா இல்ல அந்த கேரளாக்காரு. அவனா அது? பார்த்தா அப்படி தெரியலையே. 3 வருஷம் ஆச்சு இல்லைங்க சார். அதே மாதிரி சேம் பீஸ் ஒன்று வருதுன்னு சொன்னீங்களே, என்னாச்சு? அதை ஏன்டா கேட்குற? கை கட்டினது வாய் கட்டாம போயிடுச்சுடா. ക്ഷമിക്കച്ചാ.